ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ റമദാൻ എല്ലാവർക്കും അറിയാം, പത്തിരിയാണ് എല്ലാവരും ഫേവറേറ്റ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കിയെടുക്കാം, ഒരേ ടൈമിൽ തന്നെ നമുക്ക് എത്ര കുറേ പത്തിരി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 2 ഗ്ലാസ്, ഈ 2 ഗ്ലാസ്സിനുള്ള പത്തിരിപ്പൊടി. അപ്പോൾ നിങ്ങളുടെ അളവ് ഗ്ലാസ് എന്താണോ അതിനനുസരിച്ചുള്ള പത്തിരിപ്പൊടി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നുള്ളൂ. ചില പത്തിരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണം, ചിലതിന് 1 മതി. അപ്പോൾ പൊടിയുടെ ഇതിനനുസരിച്ചിട്ടാണ് അത്. എന്നാലും നിങ്ങളൊരു 1.25 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി പത്തിരിക്ക്. അപ്പോൾ 2 ഗ്ലാസ് പത്തിരിപ്പൊടിയാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.25, അല്ലെങ്കിൽ 1 ഗ്ലാസ് എടുക്കുക, 1 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം അവിടെ നിങ്ങൾ മാറ്റി വയ്ക്കണം. പിന്നീട് അത് കുഴയ്ക്കുമ്പോൾ എന്തായാലും വെള്ളം ആവശ്യം വരും. അപ്പോൾ 1 ഗ്ലാസ് 1.25 ഗ്ലാസ് വെള്ളം നിങ്ങൾ അളവെടുക്കുക. അളവ് മാറിപ്പോയി കഴിഞ്ഞാൽ പത്തിരിയുടെ വെള്ളത്തിൻ്റെ അളവ് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ കറക്റ്റ് അളവിന് വെള്ളം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊടി കുറച്ചായിട്ട് അതിലിട്ട് കൊടുക്കണം. എന്നിട്ട് പതിയെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ പൊടിയിടലും ഇളക്കലും എല്ലാം കൂടി ഒരുമിച്ച് പറ്റില്ല. അപ്പോൾ ഒരാൾ പൊടിയിടുക, ഒരാൾ ഇളക്കുക, അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ രീതിയിലേക്ക് നിങ്ങൾ പൊടി വാട്ടുക എന്നാണ് ഞങ്ങൾ മലപ്പുറം സ്റ്റൈലിൽ പറയുക. അപ്പോൾ പൊടി വാട്ടിയെടുക്കുമ്പോൾ തന്നെ വെള്ളമില്ലാത്ത പോലെയൊക്കെ തോന്നും. ഡോൺ വറി, അത് വെച്ചിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പത്തിരി റെഡി ആവില്ല. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നില്ല. ഇങ്ങനെ തന്നെയാണ് പത്തിരി കുഴയ്ക്കുമ്പോൾ, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ കണ്ടിട്ടും നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ ഭയങ്കര സോഫ്റ്റാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇങ്ങനെ തന്നെയാണ് പത്തിരി വാട്ടുമ്പോൾ ഉണ്ടാവുക. നല്ല നൈസ് പത്തിരിപ്പൊടി നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക, നല്ല പത്തിരിപ്പൊടി വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പൊടി വാട്ടിയെടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ പൊടി നന്നായിട്ട് വാട്ടിയെടുത്ത്, അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് കുത്തി നമ്മൾ കട്ടയൊക്കെ ഉടച്ചിട്ട് അവിടെ വയ്ക്കാം. പിന്നെ ചിലവർ ഈ ചൂടിൽ തന്നെ ഈ ഇതിൽ കട്ട പിടിച്ചിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുക. പത്തിരി കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അതിങ്ങനെ നമ്മുടെ ചട്ടകം കൊണ്ട് കുത്തി ഇളക്കി എടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചൂട് കൊടുക്കണേ വേണം, ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ കറിയാണ് വെക്കുന്നത്. ഇപ്പോൾ നോമ്പിന് ചിക്കണും എന്താ പറയുക, പത്തിരി മട്ടൻ കറി, പത്തിരി മുട്ടക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ചിക്കനിലായാലും മട്ടനിലായാലും ബീഫിലായാലും ഇതേ റെസിപ്പി തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി അങ്ങോട്ട് എന്താ പറയുക, അരിയാതെ അങ്ങനെ തൊലി കളഞ്ഞ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി, പച്ചമുളക് എല്ലാം ഒരുമിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തന്നെ ബീഫിനും മട്ടനൊക്കെ ഉണ്ടാക്കി വെച്ചൊരു മസാല ഉണ്ട്, പൊടിച്ച് വെച്ച മസാല. അതിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരുംജീരകം, മല്ലി, മുളക് ഇതെല്ലാം കൂടി വറുത്ത് പൊടിക്കുന്നതാണ് ഈ പൊടി. നല്ല പെട്ടെന്ന് നമുക്ക് എളുപ്പമാണല്ലോ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി, അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല, വഴറ്റലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതേ റെസിപ്പി തന്നെ ചിക്കനിലായാലും ബീഫിൽ പ്രത്യേകിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓൾറെഡി മട്ടനിൽ വെള്ളം ഉണ്ടാകും. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്കവിടെ വേവിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ആ പത്തിരിയുടെ പൊടി നന്നായിട്ട് വാട്ടിയ പൊടി ഒക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നല്ല ചൂടാറാൻ നിൽക്കരുത്. നമ്മൾ ഈ ചൂടുള്ളപ്പോൾ തന്നെ പത്തിരിയുടെ പൊടി കുഴയ്ക്കണം. എന്നാലാണ്, ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ ആയാലും ഈ ചൂടിൽ തന്നെ പത്തിരിയുടെ പൊടി കുഴക്കുമ്പോൾ അത് കറക്റ്റ് അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് നല്ല കറക്റ്റായിട്ട് വരും. അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല വെള്ളത്തിൽ അപ്പോൾ കറക്റ്റ് ആവുക മാവ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിൻ്റെ കുഴിയിലൊരു പാത്രത്തിൻ്റെ എന്താവില്ല, ബൗൾ പോലത്തെ അതിൻ്റെ അടിഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി എടുക്കാം. ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് കുഴക്കണത്. ഇത് കുഴക്കണ പ്രോസസ്സ് മുഴുവൻ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, കുറച്ച് ടൈം എടുത്തിട്ടാണ് പത്തിരി കുഴക്കുന്നത്. നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ പെട്ടെന്ന് പത്തിരി കുഴച്ചെടുക്കാമെന്ന് വിചാരിക്കരുത്. നല്ല ശക്തിയുള്ള കൈയുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അവർ പത്തിരി കുഴച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇത് ഉരുട്ടിയിട്ടും ഒന്ന് കയ്യിലിങ്ങനെ പരത്തി അവരെടുക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ പത്തിരിയുടെ പ്രസ്സോ അല്ലെങ്കിൽ ചപ്പാത്തി പരത്തന പലകയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് എണ്ണാക്കി കൊടുക്കുക. വേണമെങ്കിൽ മതി എണ്ണാക്കൽ, നിർബന്ധമല്ല കേട്ടോ. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് എണ്ണയുടെ ആവശ്യം അധികം വരില്ല. എന്നിട്ട് നമ്മൾ എന്താ പറയുക,
ഇങ്ങനെ ഈ ഷേപ്പിലാക്കിയെടുത്ത പത്തിരിയുടെ ഇതുണ്ടല്ലോ, അതൊന്ന് വെച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടർ പേപ്പർ വെച്ചെടുക്കുക. എണ്ണ ആക്കാൻ, ഈ ബട്ടർ പേപ്പറിലായതുകൊണ്ട് എണ്ണ ആക്കാൻ നിർബന്ധമല്ല. പക്ഷേ ഈ ബട്ടർ പേപ്പറിന് പകരം നിങ്ങൾ പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ ആക്കേണ്ടി, എന്തായാലും നിർബന്ധപൂർവ്വം എണ്ണ ആക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ഇത് പത്തിരിയുടെ ഉരുള വെച്ചെടുക്കുക. പത്തിരി ഉരുള എന്ന് പറയാൻ പറ്റില്ല, റൗണ്ട് ഷേപ്പുള്ള പത്തിരിയുടെ ഉരുളല്ല, ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും, അപ്പോൾ ഇങ്ങനെ ഒരു 5-6 നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 5-6 നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അല്ല, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എത്ര വേണമെങ്കിലും ഒരു 6-7-8 ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ എന്നിട്ട് നല്ലോണം ഇങ്ങനെ അമർത്തി വെച്ചെടുക്കുക. എല്ലാത്തിൻ്റെ മുകളിലും ബട്ടർ പേപ്പർ വെച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, നല്ല നമ്മൾ കട്ടിംഗ് ബോർഡ് പാഡില്ല, നല്ല വെയിറ്റുള്ള വല്ല സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല സൈഡ് നന്നായിട്ട് അമർത്തിയെടുക്കണം. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ മാത്രം ഇങ്ങോട്ട് പരന്നിട്ട് 2 സൈഡും കട്ട് ചെയ്ത് വരും. അപ്പോൾ 2 സൈഡും നല്ലോണം പിടിച്ചിട്ട് നമ്മൾ അമർത്തിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങനെ അമർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കൂ, പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിയുടെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പത്തിരിയുടെ പ്രസ്സോ അല്ലെങ്കിൽ മരപ്പലകയിലോ ഇത് പരത്താൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം പക്ഷേ ഏറ്റവും ടേസ്റ്റ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഏറ്റവും ടേസ്റ്റ് നമ്മൾ പരത്തിയിട്ട് പൊടിയിലിട്ട് പരത്തി ചുട്ടെടുക്കുന്ന പത്തിരിയാണ് ഒതൻറ്റിക്കായിട്ടുള്ള പത്തിരി. പക്ഷേ അതിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതൊക്കെ പത്തിരി പരത്താൻ അറിയില്ല, അല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് പ്രസ്സിൽ പരത്തിയെടുക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ ചെയ്ത് നോക്കൂ, കറക്റ്റായിട്ടുള്ള പത്തിരി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു 5-6 ഞാൻ 7-8 ഇങ്ങനെ ഇതാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, പിന്നെ ഇത് കുറച്ച് എണ്ണമയുള്ള കാരണം പത്തിരി ഇങ്ങനെ പരത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നതിനുള്ള ഭയവും വേണ്ട. അപ്പോൾ ചട്ടിലോട്ട് പത്തിരിട്ടിരിക്കുകയാണ് ഞാൻ, കണ്ടോ. പത്തിരി പൊള്ളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിയൊക്കെ നല്ല പത്തിരി എപ്പോഴാണ് പെർഫെക്റ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയുടെ കുഴ ഉണ്ടല്ലോ, കുഴക്കുന്നതും വെള്ളം ചേർക്കുന്നതും കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ പെർഫെക്റ്റായിട്ട് പത്തിരി നമുക്ക് പൊട്ടാതെ കിട്ടും. അല്ല, പത്തിരിയുടെ കുഴ കുറവാണ്, കുഴച്ചത് നമ്മൾ കുറവാണെന്നുണ്ടെങ്കിൽ ഈ പത്തിരി ഇങ്ങനെ വട്ടത്തിലൊക്കെ ആക്കുമ്പോൾ തന്നെ പത്തിരിയുടെ സൈഡ് ഇങ്ങനെ പൊട്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പത്തിരിയുടെ കുഴയും വെള്ളമാണ് പത്തിരിയുടെ മെയിനായിട്ടുള്ള സംഭവം. ഇങ്ങനെ ഉണ്ടാക്കിയാലും പത്തിരി കറക്റ്റായിട്ടുണ്ട്. പത്തിരി പൊള്ളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ട പത്തിരി പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പത്തിരി ഈ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇനി വേണ്ടില്ല, ഒരു എളുപ്പത്തിൽ ഒരു 5 പത്തിരി ഒറ്റ ട്രിപ്പിൽ പോന്നാൽ തന്നെ അടിപൊളിയല്ലേ, എളുപ്പം പണി കഴിഞ്ഞില്ലേ. മറ്റേത് ഇങ്ങനെ കുഴയിൽ പ്രസ്സിലിട്ട് പരത്തണം, എന്നിട്ട് വീണ്ടും പൊടിയിലിട്ട് പരത്തണം, അതൊക്കെ ഒരുപാട് ടാസ്ക്കാണ്. ടാസ്ക്കുള്ളവർക്ക് എളുപ്പത്തിലുള്ള പണിയാണ് ഈ രീതിയിൽ പത്തിരി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പത്തിരി ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നമ്മൾ പലകെട്ട് പ്രസ് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ പ്രസ് വരാൻ നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ പത്തിരികൾ കണ്ടില്ലേ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതാ പത്തിരികളൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തോന്നുമോ ഇതിപ്പോൾ ഞാൻ പരത്താത്ത പത്തിരിയാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയ പത്തിരി എന്നൊന്നും തോന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. എത്ര പത്തിരി വേണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നോക്കി, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കറിയിൽ. മട്ടൻ ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തുപോലെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഓക്കെ, തേങ്ങ അരച്ചിട്ടുള്ള കുറുമക്കറിയാണ് പോലെയാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ കൊടുത്ത് എന്നിട്ട് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഗരം മസാലയുടെ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സി നന്നായി ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കുക. എന്നിട്ട് അത് ഞാൻ നമ്മുടെ ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ രീതിയിൽ ഈ മട്ടൻ കറിയൊക്കെ പത്തിരിക്ക് ഉണ്ടാക്കുകയാണ് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഈവൻ ചപ്പാത്തി, പൊറോട്ട, നാൻ ഇതിലൊക്കെ നല്ല ടേസ്റ്റാണ്. റുമാലി റൊട്ടിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഈവൻ നെയ്ച്ചോറിന് പോലും ടേസ്റ്റാണ്. എന്നിട്ട് പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഓൾവേസ്. എന്നിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. അതിലോട്ട് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചുവന്ന മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തെടുക്കണ കറിയുടെ ടേസ്റ്റ് ഒന്നും സവാള ഇട്ട് വറുത്താൽ ഉണ്ടാവില്ല.
അതങ്ങനെ തന്നെയാണ്. അപ്പോൾ കറിയിലോട്ട് അത് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ നോമ്പിന് പത്തിരി ചെയ്യാൻ മടിയുള്ളവർ കുറേ പണിയാണല്ലോ. ഞങ്ങൾക്ക് മലപ്പുറം ആളുകൾക്കാണ് പത്തിരി ഉണ്ടാക്കാൻ അറിയുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ കണ്ണൂർ തലശ്ശേരിക്കാർക്ക് പത്തിരി അധികമല്ല. പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പത്തിരി പൊടി തന്നെ എടുക്കണം, പത്തലിൻ്റെ പൊടിയല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിപ്പൊടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ പത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.